ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം. ഞാനിന്ന് തിരുവോണ സദ്യ തയ്യാറാക്കുകയാണ്. 1-2 പാചകം ഈ സമയം ഷെയർ ചെയ്യാം. എല്ലാവരും ഓണസദ്യ തിരക്കിലായിരിക്കും. ഞാനിന്ന് പച്ചടിയായിട്ട് നേന്ത്രപ്പഴം പച്ചടിയാണ് തയ്യാറാക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം ചെറിയ പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പീര, ഒരു പച്ചമുളക്, ജീരകം, കടുക് ഇത്രയും ഫൈനായി അരച്ചെടുക്കണം. കൂടാതെ കുറച്ച് തൈര് ഒന്ന് അടിച്ചെടുക്കണം. ഒരു ചീനിച്ചട്ടിയിൽ 1 സ്പൂൺ നെയ്യൊഴിച്ച് അരിഞ്ഞ നേന്ത്രപ്പഴം ഇടണം. ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാട്ടോ. ഇളക്കിയെടുക്കണം. ഇനി അരപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിളക്കാം. ചൂടാക്കി ഒന്ന് തണുത്ത് വരുമ്പോൾ തൈര് ചേർക്കാം. ഇനി ഒരു ചീനിച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടുമ്പോൾ കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് മൂപ്പിച്ച് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് പച്ചടിയിൽ താളിക്കാം. വളരെ ടേസ്റ്റിയായ ഒരു പച്ചടിയാണ്. ഇനി ഒരു പാൽപ്പായസമാണ് തയ്യാറാക്കുന്നത്. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ 1 കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കണം. തിളപ്പിച്ച് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ 1 കപ്പ് പാലൊഴിച്ചിളക്കാം. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. 2 കൽക്കണ്ടം കൂടി ചേർക്കാം കേട്ടോ. ഇനി അരിഞ്ഞ നേന്ത്രപ്പഴം ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു ചീനിച്ചട്ടിയിൽ നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് കോരാം. പായസത്തിൽ ചേർത്തിളക്കാം. വളരെ ടേസ്റ്റിയായ അടിപൊളി ഒരു പായസമാണ്. നമുക്ക് ഇലയിൽ ഒഴിച്ച് വിളമ്പാം. ഞങ്ങളങ്ങനെ അടിപൊളിയൊരു പായസം തയ്യാറാക്കി ഇലയിൽ സെർവ് ചെയ്യുകയാണ്. ഞങ്ങളങ്ങനെ സദ്യ കഴിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.